ആദ്യമായി കൃപാസനത്തിൽ ഈ സദസ്സിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്ന അമ്മ മാതാവിനെ 1000 നന്ദി പറയാണ്. എൻ്റെ പേര് നീരജ് എന്നാണ്. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ അമ്മയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അമ്മയാണ് എനിക്ക് ഉടമ്പടി എടുക്കാൻ പ്രചോദനമായത്. തൃശ്ശൂരിലെ പാവർട്ടി എന്ന് പറഞ്ഞ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തീർത്ഥകേന്ദ്രം കൂടിയാണ് പാവർട്ടി ഇടവക. അപ്പം ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ 22-ാം തീയതിയാണ്. ഞാനൊരു ഡോക്ടറാണ്. ഞാൻ പഠിച്ചതെല്ലാം തൃശ്ശൂരാണ്, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ. ഞാൻ എൻ്റെ MBBS കഴിഞ്ഞിട്ട് 2 വർഷമാകുന്നു. 2024 ഹൗസ് സർജൻസി കഴിഞ്ഞു. എല്ലാവരെയും പോലെ തന്നെ ഉപരിപഠനത്തിനായിട്ട് നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ ഉള്ളൊരു പ്ലാനായിരുന്നു എനിക്കും. പിന്നെ ആദ്യമേ ഒരു കാര്യം പറയാം, ഡോക്ടറാവാൻ വലിയ ആഗ്രഹമൊന്നും ഇല്ലാതിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ എന്താ പറയുക, വീട്ടിൽ ചിക്കനായാലും മീറ്റായാലും വാങ്ങുമ്പോൾ അത് കണ്ടാൽ തലയിറങ്ങി വീഴുന്ന മനുഷ്യനായിരുന്നു ഞാൻ. ഞാനാണ് ആദ്യമായി തന്നെ ഫസ്റ്റ് ഇയർ MBBSന് കയറി അനാട്ടമി ഹാളിൽ മനുഷ്യ ശരീരം ഗ്ലൗസൊന്നും ഇല്ലാണ്ട് ഡിസെക്ഷൻ ചെയ്യാൻ പഠിച്ചത്. ഒരു വട്ടം പോലും തലയിറങ്ങി വീണിട്ടില്ല. അതിനുശേഷം ഇതെല്ലാം ഒരു വട്ടം പോലും തോൽക്കാതെ പാസ്സായി. ഉപരിപഠനം ഞാൻ പ്ലാൻ ചെയ്തത് ഞാൻ വിദേശത്ത് പോകാനായിരുന്നു. കാരണം പഠിക്കുമ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ചിലവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാണ്ട് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ തന്നെ വിദേശത്ത്, പ്രത്യേകിച്ച് UK NHS എന്ന് പറയും, അവിടെ അവരെന്നെ സ്പോൺസർ ചെയ്തിട്ട് ഉപരിപഠനം നടത്താനായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിൻ്റെ എക്സാമിനെ പ്ലാബ് എന്ന് പറയും. അതിന് കുറേ ഘട്ടങ്ങളുണ്ട്. ആദ്യമായി തന്നെ നഴ്സുമാരൊക്കെ എഴുതുന്ന OET എക്സാം എഴുതി ക്ലിയറായി. പിന്നെ പ്ലാബിൻ്റെ ആദ്യഘട്ടമായ ഒരു MCQ എക്സാം എഴുതി. അതിനുശേഷം 2ാം ഘട്ടം അവിടെ മാഞ്ചസ്റ്ററിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യണമായിരുന്നു. അതൊരു OSCE എക്സാമാണ്. അപ്പോൾ ഞാൻ ആദ്യമായി തന്നെ ഇതിൻ്റെ എന്താ പറയുക പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 19-ാം തീയതി എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി. പക്ഷേ അതിനൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ വിസ എനിക്ക് കിട്ടാൻ ഭയങ്കര ലേറ്റായി. ഞാനെൻ്റെ സുഹൃത്തും കൂടിയാണ് പോയത്. അപ്പോൾ എനിക്ക് വേണ്ടത്ര സമയം കിട്ടിയില്ല ഒരുങ്ങാനും. അതുപോലെ തന്നെ ഒരു ക്രിസ്തീയ കുടുംബമായ തന്നെ പ്രാർത്ഥനയിൽ നല്ല വിശ്വാസവും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ ഉടമ്പടി എടുത്തതിലുള്ള വ്യത്യാസം അത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാനെന്നും കുർബാനയ്ക്കൊന്നും പോയിരുന്നില്ല. ഞായറാഴ്ച കുർബാന അറ്റൻഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥനയിലൊക്കെ മുടങ്ങാണ്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു. കുടുംബ പ്രാർത്ഥനയിലും മറ്റുള്ള കാര്യങ്ങളിലായാലും. പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ ജീസസ് യൂത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹൗസ് ഏജൻസി ആയപ്പോൾ ഡ്യൂട്ടീസ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ എനിക്ക് കുർബാനകളൊന്നും പരമാവധി അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കൃത്യമായി 2 കുർബാന കണ്ടത് ഈസ്റ്ററിനും ക്രിസ്മസിനായിരുന്നു. അതെനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ പരീക്ഷയ്ക്ക് ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ മൂലം എനിക്ക് ആദ്യത്തെ ഘട്ടം എനിക്ക് ആ പരീക്ഷ ഞാൻ ഫെയിലായി. അതെനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ മനോധൈര്യമൊക്കെ നഷ്ടപ്പെട്ടു. ആ ഇടയ്ക്ക് ഓഗസ്റ്റിൽ അമ്മ പോയി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് അമ്മയുടെ കൂടെ വരാൻ സാധിച്ചില്ല. ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നുകൊണ്ട് അതും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അമ്മ എനിക്ക് തന്നൊരു ഉപദേശം, അതായത് ചെറുപ്പം തൊട്ട് അമ്മ പറയുമായിരുന്നു. എൻ്റെ അമ്മയും അപ്പച്ചനും അധ്യാപകരായിരുന്നു, 2 പേരും റിട്ടയറായി. അപ്പോൾ അമ്മ പറഞ്ഞിരുന്നൊരു കാര്യം, യേശുക്രിസ്തുവിനെ നോക്കുക. യേശുക്രിസ്തുവിന് എന്തായിരുന്നു, ദൈവപുത്രനാണെങ്കിലും 2 കാര്യങ്ങളാണ് പ്രധാനമായി ചെയ്തിരുന്നത്. മറ്റുള്ളവരെ പഠിപ്പിക്കുക, രോഗികളെ ശുശ്രൂഷിക്കുക. ഒരു ജോലി ഓൾറെഡി വീട്ടിലുണ്ട്, അപ്പോൾ 2ാമത്തെ ജോലി കൂടെ എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറായി. അത് കഴിഞ്ഞ് ഈ പരീക്ഷയുടെ ഫലം ഇങ്ങനെ ആയപ്പോൾ അമ്മ പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് ഉടമ്പടിയെ പറ്റി എന്താണെന്ന് അറിയില്ല. ഒന്നാമത് കൃപാസനം എന്താണെന്ന് കൃത്യമായിട്ട് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഡിസംബറിൽ വന്ന് ഒരുങ്ങി ഉടമ്പടി എടുത്തതിനിടയിൽ വലിയൊരു ആക്സിഡൻ്റൊക്കെ ഉണ്ടായി. എന്നിട്ട് ഫിസിക്കലി ഓക്കെ ആയിരുന്നില്ല, എന്നാലും വന്ന് ഞാൻ എടുത്തു. ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഒരു ചൈതന്യം എനിക്ക് എന്താണെന്ന് മനസ്സിലായി. അതോടൊപ്പം ജോസഫച്ചനെ നേരിട്ട് കണ്ട് അച്ഛൻ്റെ നിന്ന് അനുഗ്രഹം വാങ്ങിയതും എനിക്ക് ഭയങ്കര ഒരു ഉത്സാഹവും ഒരു എനർജിയും കിട്ടി. അതിൽ ഞാൻ ആദ്യമായി രണ്ടാമതൊന്നുകൂടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി. പക്ഷേ ആദ്യമായിട്ടാണ് തണുപ്പുള്ളൊരു സ്ഥലത്തേക്ക് പോകുന്നത്, അതും നല്ല മഞ്ഞുറഞ്ഞിരിക്കുന്ന കാലാവസ്ഥയിലേക്ക്. അത് എനിക്ക് അലർജിയും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്. എല്ലാം അമ്മ മാതാവിനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോയി ധൈര്യമായിട്ട്. ജനുവരി 24 ഈ വർഷം ഞാൻ പരീക്ഷ അറ്റൻഡ് ചെയ്തിരുന്നു. നല്ല ടഫായിരുന്നു എക്സാം. എനിക്ക് എൻ്റെ കഴിവ് വെച്ച് പാസ്സാവില്ല എന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴും കേൾക്കുന്നൊരു കാര്യമുണ്ട്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു. റിസൾട്ട് ഒരു 3 ആഴ്ച ആകുമ്പോഴേക്കും വന്നു. നല്ല മാർക്കോടെ തന്നെ പാസ്സായി. അമ്മ മാതാവിന് 1000 നന്ദി. ഞാൻ പ്രതീക്ഷയിലപ്പുറമാണ് എനിക്ക് റിസൾട്ട് വന്നത്. പിന്നെ ഈ പരീക്ഷ പൊതുവേ ഭയങ്കര ടഫായിക്കൊണ്ടിരിക്കുകയാണ്. ആ രാജ്യത്ത് അവിടുത്തെ നാട്ടുകാരെ ഡോക്ടർമാരാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പിന്നെ എക്സാം നടത്തി അവർക്ക് കിട്ടുന്ന ഒരു ഫണ്ട് മുതൽ കൂട്ടാക്കിയിട്ടാണ് അവർ എക്സാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ എന്താ പറയുക, അതൊരു തടസ്സം വീഴാൻ നമ്മൾ ശ്രമിക്കില്ലല്ലോ. അപ്പോൾ ദൈവത്തിനെ, അതായത് അമ്മ വഴി ഈശോനെ കൂട്ടുപിടിച്ചപ്പോൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. അതിപ്പോൾ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും അമ്മമാരുടെ അടുത്തേക്കല്ല ആദ്യം പോവുക. അതേപോലെ തന്നെ അമ്മ മാതാവിൻ്റെ അടുത്ത് പോയി അമ്മ മാതാവ് എല്ലാ കാര്യങ്ങളും കൃത്യമായി നേടിത്തന്നു. ഇതോടൊപ്പം ഞാൻ പ്രേക്ഷിത വേല ചെയ്തിരുന്നത്, ഞാൻ പത്രം പറ്റാവുന്നതിലും അധികമായിട്ട് എൻ്റെ ഇടവകയിൽ കുറേ പേർക്ക് അറിയാം, കൃപാസനത്തിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അടുത്ത് കുറച്ച് നീങ്ങിയിട്ടുള്ള ഇടവകളിൽ കൊണ്ടുപോയി കൊടുത്തു, ക്രൈസ്തവർക്ക് കൊടുത്തു. ആരും മുടക്കമൊന്നും പറഞ്ഞില്ല. അതാണ് എനിക്ക് അത്ഭുതമായത്. അതോടൊപ്പം തന്നെ എനിക്ക് പ്രൊഫഷൻ കയറുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പൊതുവേ ഈ പ്രൊഫഷൻ എടുക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, സയൻസാണ് ഇതിൻ്റെ എല്ലാം ബേസ്. സയൻസ് കൂടുതൽ പഠിപ്പ് മൂക്കുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം പതുക്കെ അങ്ങ് പോവും. സയൻസിനാണോ ദൈവത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ള സംശയം വരും.
പക്ഷെ അതൊക്കെ എനിക്ക് കുറേയൊക്കെ തരണം ചെയ്യാൻ പറ്റി. പ്രാർത്ഥനകളിൽ എന്താ പറയുക, ആ കൃത്യമായി തന്നെ അത് പരിപാലിച്ച് പോയിരുന്നതുകൊണ്ട് സയൻസ് അല്ല, ദൈവമാണ്. കാരണം മനുഷ്യ ശരീരത്തിലുള്ള ഓരോ എന്താ പറയുക ഭയങ്കര കോംപ്ലിക്കേറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ ദൈവം സൃഷ്ടിച്ചു. നമ്മൾ ബൈബിളിൽ ഉൽപ്പത്തിയിൽ പറയും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന്. അത് എളുപ്പമല്ല, ദൈവത്തിന് തന്നെ പറ്റുള്ളൂ. വേറൊരു ശക്തിക്ക് അത് ഉണ്ടാക്കാനൊന്നും പറ്റില്ല, വേറെ ശക്തി ഇല്ലാന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ മനുഷ്യൻ്റെ ഏത് ആഗ്രഹങ്ങളും ദൈവത്തിനോട് പറഞ്ഞാൽ ദൈവം സഹായിച്ചു തരും. അതിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അതുമൂലം എനിക്ക് എക്സാം ക്ലിയർ ആവാൻ സാധിച്ചു. രണ്ടാമത്, ഞാൻ കാരുണ്യപ്രവൃത്തികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. എൻ്റെ പ്രൊഫഷനിൽ കുറേ കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതല്ല അതിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമാണെന്ന് എനിക്കറിയാം. അതിലും ആയിട്ട് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടൊരു വയോധികരെ നോക്കുന്നൊരു മന്ദിരമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അവരെ സഹായിക്കാനും ഡോക്ടർ എന്ന നിലയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് ഇവിടുന്ന് പോയി തൃശ്ശൂർ എത്തിയതിന് ശേഷം ആ കാര്യങ്ങളിലേക്കും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ മുടക്കമൊന്നും വരുത്തിയിട്ടില്ല. കുർബാനയായാലും രാവിലത്തെ പ്രാർത്ഥനകളായാലും അതുപോലെ തന്നെ ബൈബിൾ വായനയായാലും പ്രേക്ഷിത വേലയായാലും കാരുണ്യപ്രവർത്തികൾ മാത്രം ചെയ്യാത്തത്. അപ്പോൾ അതും ഞാൻ തുടർന്ന് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിച്ച് പഴയ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉടമ്പടിയിലേക്ക് കയറിയപ്പോൾ അമ്മ മാതാവ് തന്ന ധൈര്യം, വിശ്വാസം എന്താണെന്ന് എനിക്ക് വളരെയധികം ബോധ്യപ്പെട്ടു. എൻ്റെ പ്രൊഫഷനെ ഒരു തരത്തിലും ഞാൻ എന്താ പറയുക, കുറച്ച് പറയല്ല, പക്ഷേ അവിടെ ഇരിക്കുന്ന ആളുടെ അപ്പുറത്തേക്ക് ഒരു പ്രൊഫഷനും ഇല്ല. അതെനിക്ക് ഉറപ്പായി കിട്ടിയ ഒരു കാര്യമാണ്. എൻ്റെ റിസൾട്ട് അതിന് സാക്ഷ്യമാണ്. അമ്മ മാതാവിനെ ഒരിക്കൽ കൂടി 1000 നന്ദി പറയാണ്. അമ്മയ്ക്ക് ഇതുപോലെ സാക്ഷ്യം പറയാനുണ്ട്. അമ്മയാണ് ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം അമ്മയ്ക്ക് ഞാൻ മൈക്ക് കൈമാറാണ്. മകൻ സാക്ഷ്യം പറഞ്ഞു. ഞങ്ങൾക്ക് ഇവൻ മാത്രമാണ് മകനായിട്ടുള്ളത്. ഇവനെ ആത്മീയമായിട്ട് വളർത്തണം എന്നുള്ളത് വളരെ വലിയൊരു മോഹമാണ്. അത് ദൈവം നടത്തി തരുന്നതിന് 1000 നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നൽകുകയാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 2024-25 വർഷം വളരെ സഹനത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ഹസ്ബൻഡിന് ഓപ്പറേഷൻ വന്നു. എനിക്ക് 10 വർഷം മുൻപ് ഹാർട്ടിന് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് അതിനുശേഷം വീണ്ടും ഹസ്ബൻഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ അവസരത്തിൽ തന്നെ എനിക്കും ഓപ്പറേഷൻ വന്നു. കുറച്ച് ഭീകരമായിരുന്നു. അന്നൊക്കെ ഞാൻ അവർ ഡെയിലി ബ്രെഡ് കൂടിയിരുന്നു ഡിസംബറിൽ. അതിൻ്റെ പുണ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എനിക്ക് 2025 മെയ് മാസത്തിലാണ് ഞാൻ പെൻഷൻ പറ്റിയത്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഈ സഹനത്തിൻ്റെ കാലഘട്ടത്തിൽ പെൻഷൻ്റെ പേപ്പറുകൾ കൊടുക്കാനായിട്ട് വൈകി. ജൂണിലാണ് കൊടുത്തത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം 93-ലുണ്ടായിരുന്ന ഒരു രേഖ എനിക്ക് കിട്ടേണ്ടിയിരുന്നു. അത് ആലപ്പുഴ പുളിങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തെ സ്കൂളിൽ നിന്നാണ് ലഭിക്കേണ്ടിയിരുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് മുൻപുള്ളൊരു രേഖ സാധാരണ ഒരു സ്കൂളിൽ ലഭിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. കാരണം സ്കൂളിൻ്റെ ബിൽഡിങ് മാറി, ഓഫീസ് മാറി. മാത്രമല്ല ആലപ്പുഴ ഡി ഓഫീസ് തന്നെ മാറി. ഇപ്പം അത് മങ്കൊമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആലപ്പുഴ ഈ പുളിങ്കുന്ന് സ്കൂളിൻ്റെ ഡി ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഓഫീസുകൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ രേഖകളൊക്കെ നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടേണ്ടുന്ന ഒരു രേഖ അമ്മ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം വഴിയായിട്ട് എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് വളരെ വലിയൊരു അത്ഭുതമാണ്. 33 വർഷം മുമ്പത്തെ ഒരു രേഖ ഒരു കേടും കൂടാതെ ലഭിച്ചു എന്നത്. ആ രേഖ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്തത് ആ രേഖ ലഭിച്ചതിന് ശേഷമാണ്. തുടർന്ന് അമ്മ മാതാവ് എൻ്റെ പെൻഷൻ കാര്യങ്ങൾ വളരെ വളരെ സ്പീഡാക്കി തന്നു. അങ്ങനെ എനിക്ക് ഡിസംബർ 3-ാം തീയതി പെൻഷൻ ലഭിക്കാനായിട്ട് ഇടവന്നു. പലതും നൂലാമാലകളിൽപ്പെട്ട് കിട്ടാൻ വിഷമിക്കുന്ന സന്ദർഭത്തിലെ അമ്മ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട്, പരിശുദ്ധമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതാണ്. കൊന്ത ചൊല്ലുക എന്നുള്ളത്, 4 കൊന്ത ചൊല്ലുക എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തുടങ്ങി വെച്ചതാണ്. മകന് MBBS കിട്ടിയതും ഈ അവനെ കൊന്ത ചൊല്ലിക്കൊണ്ട് തന്നെയാണ്. ഫസ്റ്റ് ചാൻസിൽ ലഭിക്കാതെ ലഭിച്ചിരുന്ന MBBSൻ്റെ സീറ്റ് 4 കൊന്ത ചൊല്ലുക എന്നുള്ള ശീലത്തിലേക്ക് അവനെയും കൊണ്ടുവന്നിട്ടാണ് ഇത് ലഭിച്ചത്. അപ്പോൾ വളരെ കാലം മുമ്പ് തന്നെ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ളൊരു സംരക്ഷണം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയട്ടെ. ഞങ്ങളുടെ വീട്ടിൽ ആത്മീയമായിട്ട് വളരെ വലിയ മാറ്റമാണ് വന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാമെന്നുള്ളത് സന്തോഷമായിട്ടുള്ള കാര്യമാണ്. എന്നെ ടീച്ചേഴ്സ് കണ്ടാൽ പറയും, ടീച്ചർ എന്ത് എനർജറ്റിക് ആയിട്ടാണ് ഇപ്പോൾ നടക്കുന്നതെന്ന്. കാരണം എനിക്ക് ആ ആത്മീയമായുള്ള ചൈതന്യം ലഭിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. പ്രേക്ഷിത പ്രവർത്തനം മകൻ പറഞ്ഞതുപോലെ കൃപാസനം പത്രം ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ ഇടവകയിൽ മാത്രമല്ല ക്രൈസ്തവരായുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാറുണ്ട്. പ്രാർത്ഥനാപൂർവം തന്നെ കൊടുക്കാറുണ്ട്. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെയാണ് ഇത് അവർക്ക് കൈമാറാറുള്ളത്. കാരുണ്യ പ്രവർത്തികളുടെ കാര്യത്തിൽ കുറച്ച് ഈ പറഞ്ഞതുപോലെ പിന്നോക്കം വന്നിട്ടുണ്ട്. മുഴുവനല്ല, അതിൻ്റെ കുറവുകൾ ഞങ്ങൾക്കറിയാം. അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട്
നല്ല രീതിയിൽ ഇനിയും മരണം വരെയും തലമുറകളോളം ഈ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെട്ടു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 21-ാം തിരുവചനം. 5 താലന്ത് കിട്ടിയവനെ 5 കൂടി സമർപ്പിച്ച്, യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. ഡോക്ടർ നീരജ് തൻ്റെ അമ്മയോടൊപ്പം വന്ന് വലിയ ബോധ്യങ്ങളുടെ ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ ഏറ്റുപറഞ്ഞത്. വളരെ മെറിറ്റുള്ള ഒരു മകനാണ് ഡോക്ടർ നീരജ്. വിദേശത്ത് പോയി പഠിക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും വളരെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ വലിയ ആധ്യാത്മിക സപ്പോർട്ടോടു കൂടി തന്നെ നല്ല ഒരു ജീവിതം കാഴ്ചവെക്കുന്ന കുടുംബമാണ്. പക്ഷേ അവരുടെ ഒരു പ്രതികൂല സാഹചര്യം വന്നപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി, ഇത് സയൻസിൻ്റെ പിടിയിൽ നിൽക്കുന്നതല്ല. വലിയ വലിയ ബോധ്യങ്ങളെക്കുറിച്ചാണ് ഈ മകൻ ഇവിടെ പറഞ്ഞത്. സയൻസ് നൽകുന്നത് ആരാണ്? ശാസ്ത്രം സൃഷ്ടിച്ചത് ആരാണ്? ശാസ്ത്രം നമുക്ക് എന്തുകൊണ്ടത് തരുന്നു എന്നുള്ളതിൻ്റെ വലിയ ബോധ്യങ്ങളുടെ ഒരു സാക്ഷ്യമാണിത്. പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ഉടമ്പടി എന്താണെന്ന് ഈ മകന് മനസ്സിലാവുകയായിരുന്നു. ഉടമ്പടി എന്ന് പറയുന്നത് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുവാനുള്ള ഒരു പ്രത്യേക അഭിഷേകമാണ് നമുക്ക് നൽകുന്നത്. അതിലൂടെ നമുക്കൊരു ആത്മീയ അധികാരമാണ് നമുക്ക് നൽകുന്നത്. ഇന്നത്തെ ദിവ്യബലിയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് പറയുകയായിരുന്നു, നിങ്ങൾക്ക് ആത്മീയ അധികാരം, അഭിഷേകത്തിൻ്റെ ഒരു തലം കൂടി കടന്നിട്ടുള്ള ഒരവസ്ഥയാണ്, ഒരു ലെവലാണ് ആത്മീയ അധികാരം. പാമ്പുകളുടെയും തേളുകളുടെയും സകല ശത്രുക്കളുടെയും മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നാം തൊടുമ്പോൾ, ഒരു ഡോക്ടർ തൊടുമ്പോൾ അവർക്ക് മരുന്നിനേക്കാൾ അവരുടെ ഈശോയുടെ സ്പർശം കൈമാറാൻ സാധിക്കുന്നതിനുള്ള ഒരു വലിയ സന്തോഷത്തിലാണ് എന്നീ മകനിവിടെ സാക്ഷ്യം പറയുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ തന്നെ അമ്മയുടെ വലിയൊരു സാക്ഷ്യമാണ് 33 വർഷമായിട്ട് കാണാതിരുന്ന രേഖകൾ. അത് മറ്റൊരു ഡിസ്ട്രിക്റ്റിൽ ആലപ്പുഴ ഡിസ്ട്രിക്ട്, തൃശ്ശൂരിൽ നിന്നും ആലപ്പുഴയിലേക്ക് കൈമാറിയ ആ ഡോക്യുമെൻ്റ് നഷ്ടപ്പെട്ടിട്ട് ഉടമ്പടിയിലൂടെ, പ്രാർത്ഥനയിലൂടെ അവർക്ക് വളരെ പെട്ടെന്നാണ്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് ആ കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുത്തുകൊണ്ട് ഈശോയുടെ വലിയ അനുഗ്രഹത്തിൽ ഇന്ന് പെൻഷൻ സ്വീകരിക്കാനായി സാധിക്കുന്നു. നമ്മുടെ എത്ര വലിയ അസാധ്യങ്ങളായ കാര്യങ്ങളായാലും നമ്മുടെ ആഗ്രഹം ഒന്ന് പറഞ്ഞാൽ മതി. ബാക്കിയെല്ലാം ദൈവരാജ്യം നാം അന്വേഷിക്കുക, അവിടുത്തെ രാജ്യവും നീതിയും നാം അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം നാം കൂട്ടിച്ചേർക്കപ്പെടും. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ശാഖ എപ്പോഴും വേരിനോട്, തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കണമെന്ന് ഈശോ നമ്മെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കെപ്പോഴും ഈശോയുടെ സ്നേഹത്തിൽ, ദൈവവുമായുള്ള ഫിഡലിറ്റിയിൽ, നമുക്ക് വിശ്വസ്തതയിൽ നമുക്കെപ്പോഴും ഗ്യാപ്പില്ലാതെ ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഡോക്ടർ നീരജിനും അമ്മയ്ക്കും നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.